ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി. ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതിനാൽ അതുവരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയണം. പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. തെറ്റിനി ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, പ്രതിഭാഗത്തിന് ഇന്നലെയും ഇന്നുമായി തിരിച്ചടിയുടെ ദിവസങ്ങളാണ്. ഇന്നലെ തന്നെ ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് അഭിഭാഷകരും ബോബി ചെമ്മണ്ണൂരും പോയത്. പക്ഷേ അവിടെ ഒരു അടി കിട്ടി. ഇന്ന് ഹൈക്കോടതിയിലും സമാനമായ സാഹചര്യം ആവർത്തിക്കുകയാണല്ലോ. ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനും അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘത്തിനും ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയത്. കാരണം അവർ പ്രതീക്ഷിച്ചത് ഒരു ഇടക്കാല ജാമ്യമാണ്. ജാമ്യത്തിന്മേൽ വിശദമായ വാദം പിന്നീട് നടക്കട്ടെ എന്നുള്ളതായിരുന്നു അവരുടെ ഒരു നിലപാട്. പക്ഷേ അതിനുള്ള അവസരം കോടതി നൽകിയില്ല. കോടതി ടെക്നിക്കൽ റീസൺ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഇന്നിപ്പോൾ അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിച്ചത്. കോടതി അതിൽ പറഞ്ഞ കാര്യം ഒരു 3 ദിവസമെങ്കിലും പോലീസിന് റിപ്പോർട്ട് നൽകണം. അത് സ്വാഭാവിക നടപടിക്രമമാണ്. അത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഒപ്പം മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ പറയാൻ പ്രതിഭാഗം ഒരു ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ കോടതി പറഞ്ഞത് ഇപ്പോൾ അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കോടതി പറഞ്ഞു. ഒപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു. ഈ പൊതു മധ്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് കോടതിയിൽ നിന്നും ഉണ്ടായത്. ശേഷം ചൊവ്വാഴ്ചയിലേക്ക് ഈ ഹർജി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കൾ ഈ 3 ദിവസങ്ങൾ ജയിലിൽ തന്നെ തുടരണം. കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. ചൊവ്വാഴ്ച ഈ കേസ് എടുക്കുമ്പോൾ ടെക്നിക്കൽ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാത്രം ഒരു ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിക്കാം. അതായത് രാജ്യം വിട്ടു പോകില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യാം, എന്ത് കണ്ടീഷനും അംഗീകരിക്കാം. ഇതിനോടകം റിക്കവറി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഐഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. തന്നെ വയനാട് പോലീസ് ക്ലബ്ബിൽ വെച്ചും അതോടൊപ്പം തന്നെ തിരിച്ച് സെൻട്രൽ സ്റ്റേഷനിൽ ഇവിടെ എത്തിച്ചിട്ടും പരമാവധി ചോദ്യം ചെയ്തതാണ്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജാമ്യത്തിൽ നിന്നുകൊണ്ട് എന്ത് ചോദ്യം ചെയ്യലിനും വിളിപ്പിച്ചാൽ ഹാജരാകാം. അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു ടെക്നിക്കാലിറ്റി ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യം തരപ്പെടുത്താൻ ഒരു ശ്രമം നടത്താം ചൊവ്വാഴ്ച. പക്ഷേ പ്രോസിക്യൂഷൻ അതിശക്തമായി അതിനെ എതിർക്കാൻ തന്നെയാണ് സാധ്യത. അന്നവർ വിശദമായ റിപ്പോർട്ട് വയ്ക്കാനും സാഹചര്യം കാണുന്നുണ്ട്. ശ്രീകാന്ത്, ഇതുവരെയും പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. ഇനി അങ്ങനെ ഒരു അവസരം കൂടി അവർക്ക് മുന്നിലുണ്ട്. മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിലൊരു വിശദമായ വാദം ഇന്നലെ കോടതിയിൽ കുറേ ദൃശ്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അത്തരത്തിലൊരു വാദത്തിനൊക്കെ ഹൈക്കോടതിയിൽ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പ്രതിഭാഗം പോകുമോ? അത് ഈ ജാമ്യസാധ്യത അല്ലെങ്കിൽ വാദം നീണ്ടുപോകുന്നതൊന്നും ഒരുപക്ഷെ അവർ പ്രിഫർ ചെയ്യാൻ സാധ്യതയുള്ളൊരു നീക്കമല്ലല്ലോ. അല്ല, സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷ വന്നാൽ അതിന്മേൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നൊരു എതിർപ്പുണ്ടാകും. ഒപ്പം തന്നെ പ്രതിഭാഗത്തിന് പറയാനുള്ളത് കേൾക്കും. അത് കുറച്ച് നീണ്ടുപോകുന്ന ഒരു നടപടിക്രമമാണ്. പക്ഷെ അതിലും ഒരു ഇളവ് കണ്ടെത്താൻ സാധിക്കുന്നത് ഒരു ഇടക്കാല ജാമ്യം എടുത്തുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുന്നത് വരെ ഇടക്കാല ജാമ്യത്തിൽ വിടാം. അങ്ങനെ ഒരു പ്രോസസ്സ് കോടതിക്ക് ചെയ്യാം. പക്ഷേ അതിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളത് കോടതിയുടെ മൈൻഡ് പോലെ ഇരിക്കും. അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പ്രോസിക്യൂഷൻ എന്തായാലും ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ടഫ് സ്റ്റാൻഡ് തന്നെ എടുക്കും. കസ്റ്റഡി വേണമെന്ന് അവർക്ക് സ്വാഭാവികമായും ആവശ്യപ്പെടാം. കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്, അതിനാൽ ഇപ്പോൾ ജാമ്യം നൽകരുത് എന്ന് അവർക്ക് സ്വാഭാവികമായും ആവശ്യം മുന്നോട്ട് വയ്ക്കാം. അതൊക്കെ കോടതി അംഗീകരിച്ചു കൊടുത്താൽ ബോബി ചെമ്മണ്ണൂരിന് ഒട്ടും സുഖകരമായിരിക്കില്ല മുന്നോട്ടുള്ള കാര്യങ്ങൾ. ശരി ശ്രീകാന്ത്, ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയാണ്. സാധാരണ പൗരനില്ലാത്ത ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ ഒരു പരിഗണനയും ബോബി ചെമ്മണ്ണൂരിനും ഇല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, പൊതുവിടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി ആലോചിക്കണ്ടേ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ചൊവ്വാഴ്ച വരെ, തിങ്കളാഴ്ച രാത്രിയും അദ്ദേഹം ജയിലിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു.